ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലേൺ വിത്ത് എൻ ആൻഡ് ക്യൂയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബിസിനസ് എന്താണെന്ന് നമ്മൾ നോക്കി, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മീനിങ് ആയിരുന്നു നമ്മൾ നോക്കിയത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ പറയുകയാണ്, നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസും ഇടണം കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കമ്പാരിസൺ ആണ്. എന്താണ്? കമ്പാരിസൺ ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്. ഇത് തമ്മിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം, 8 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും ഇത് നല്ല രീതിക്ക് പഠിച്ചു വെക്കണം. മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യമാണിത്. നമ്മൾ അപ്പം പഠിക്കുന്നത് എന്താണ്? ഇതിനെ 4ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ബേസിസ് ഉണ്ട്, രണ്ടാമത് ബിസിനസ് ഉണ്ട്, മൂന്നാമത് പ്രൊഫഷൻ, ദെൻ എംപ്ലോയ്മെൻറ്റ്. ഇങ്ങനെ 4 കോളംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വരച്ച് ഈ കോളം രീതിക്ക് നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിനും കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകും. അതുവഴി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും മക്കളെ. അപ്പോൾ എപ്പോഴും ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെൻറ്റൻസ് വൈസ് എഴുതല്ലേ, ഇങ്ങനെ കോളം വൈസ് വരച്ച് നല്ല വൃത്തിക്ക് സ്കെയിലും പെൻസിലും കൊണ്ടൊക്കെ വരച്ചിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മോഡ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. മോഡ്സ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിൻ്റ് ബിസിനസ്സിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഓൺട്രപ്രണേഴ്സിൻ്റെ ഡിസിഷൻ ആൻഡ് അതർ ലീഗൽ ഫോർമാലിറ്റീസ് ഇഫ് നെസസറി. എന്താണ്? ഓൺട്രപ്രണേഴ്സിൻ്റെ ഡിസിഷൻ. അവിടെ എന്താ പറയുന്നത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ബേസിസ് എന്താ പറഞ്ഞത്? മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പകരം വേറൊരു പേര് പറയാം, കമൻസ്മെൻറ്റ്. കമൻസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രണറിൻ്റെ ആ ബിസിനസ് ആരാണോ നടത്തി വരുന്ന അയാളുടെ ഡിസിഷൻ, നടത്തി പോകുന്ന, ഇനി ഭാവിയിലേക്ക് ആരാണോ അത് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങളാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസ് നിങ്ങൾ തിങ്ക് ചെയ്യുക, നിങ്ങളാണ് ഇനി ആ ബിസിനസ് നടത്താൻ പോകുക. അപ്പോൾ ആരാ ഡിസിഷൻ എടുക്കുന്നത്? നിങ്ങളായിരിക്കും അവിടെ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓരോ ഓൺട്രപ്രണേഴ്സിൻ്റെ ഡിസിഷൻ വെച്ചിട്ടായിരിക്കും ആ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ലീഗൽ ഫോർമാലിറ്റീസ് അവിടെ ഉള്ളതൊക്കെ നമ്മൾ ആ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ വേണം, ലൈസൻസ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഓൺട്രപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് അതർ ലീഗൽ ഫോർമാലിറ്റീസ്. എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് വേണമെങ്കിൽ അതും നമ്മൾ അവിടെ ചെയ്യേണ്ടതുണ്ട്, ഇഫ് നെസസറി, ആവശ്യമുണ്ടെങ്കിൽ. ദെൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള പ്രൊഫഷൻ. പ്രൊഫഷനിൽ നമ്മൾ അത് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എങ്ങനെയാണ്? അതായത് മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി. ഒരു പ്രൊഫഷണൽ ബോഡിയുടെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പ്രൊഫഷൻ എന്താണ്? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സ്കില്ല്, നോളജൊക്കെ ഉള്ള ആളുകളാണ് ഈ പ്രൊഫഷണൽസ് ആയിട്ട് മാറുന്നത്. അപ്പം അവർക്ക് വേണ്ടത്? മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പ് വേണം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ലോയറിൻ്റെയും ഡോക്ടറിൻ്റെയൊക്കെ കാര്യമുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ അയാളൊരു പ്രൊഫഷണലായിട്ട് അയാൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്, അയാൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അയാൾക്ക് ആ ഒരു പ്രൊഫഷണൽ ബോഡിയുടെ സർട്ടിഫിക്കറ്റ്, മെമ്പർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഒരു പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അടുത്തത്
എംപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് എംപ്ലോയ്മെൻറ്റ്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഒരു ജോലി കിട്ടിയെന്ന് വെച്ചു. ഇപ്പം സപ്പോസ് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, എംപ്ലോയിഡായി നിങ്ങൾ. അപ്പോൾ എന്താണ് ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് വരും? അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെ എന്താണ് സർവീസ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ സർവീസ് കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു നമ്മൾ എംപ്ലോയ്മെൻറ്റിലേക്ക് വരുന്നത്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബിസിനസ് എങ്ങനെയാണ്, ഓരോ എൻ്റർപ്രണേഴ്സിൻ്റെ ഡിസിഷനും, അതേപോലെ തന്നെ ലീഗൽ ഫോർമാലിറ്റീസ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം, ലൈസൻസ് ആണെങ്കിൽ ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ രണ്ടാമത്തെ പോയിൻ്റ് പ്രൊഫഷൻ എന്തായിരുന്നു? മെമ്പർഷിപ്പ്. ഒരു അതോറിറ്റിയുടെ അവിടെ പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പ് വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ എംപ്ലോയ്മെൻറ്റ് ആകുമ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടും? അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടും. അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വൈസാണ് നമ്മൾ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഒരു സർവീസ് എഗ്രിമെൻ്റ് അവിടെ ഉണ്ടായിരിക്കും. സോ എല്ലാവർക്കും ഫസ്റ്റ് പോയിൻ്റ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻ്റ്, നേച്ചർ ഓഫ് വർക്ക്. എന്താണ് നേച്ചർ ഓഫ് വർക്ക്? സെക്കൻഡ് പോയിൻ്റ് ഈസ് നേച്ചർ ഓഫ് വർക്ക്. എഴുതുക എല്ലാവരും. ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചാൽ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. സോ സെക്കൻഡ് പോയിൻ്റ് എഴുതുക, നേച്ചർ ഓഫ് വർക്ക്. നേച്ചർ ഓഫ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ എങ്ങനെയാണ്? പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ദ പബ്ലിക്. അതെന്താണ് അവിടെ ബിസിനസ്സിലെ നേച്ചർ ഓഫ് വർക്ക്? അവിടെ എന്ത് തരം ജോലിയാണ് ചെയ്യുന്നത്? അവിടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെയിലി എന്താണ് പ്രൊഡക്ഷൻ ചെയ്യുക, എന്നിട്ട് അത് വിൽക്കുക, ഇത്രയും കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അത് വിൽക്കുക, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു, എവിടുന്നെങ്കിലും വാങ്ങിച്ചിട്ട് നമ്മളത് വിൽക്കുന്നു, കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു. അതുവഴി നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അതാണ് ബിസിനസ്സിൻ്റെ നേച്ചർ ഓഫ് വർക്ക്. ദെൻ രണ്ടാമത്തെ പോയിൻ്റ് പ്രൊഫഷനിൽ എങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നത്? അവിടെ എന്താ ഒരു വർക്കിൻ്റെ അവിടെ ചെയ്യുന്ന ജോലിയുടെ രീതി എന്താണ്? റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് ആൻഡ് എക്സ്പെർട്ടൈസ്ഡ് സർവീസസ്. എന്താണ്? റെൻഡർ ചെയ്യുക, നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. എന്തുവാ? റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് ഓർ എന്താണ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ആർക്ക്? ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഓരോരുത്തർക്കും അവരുടെ രോഗത്തിന് വരുമ്പോൾ എന്താണ് അവർക്കറിയാവുന്ന ആ ഒരു സ്കില്ലും നോളജ് വെച്ച് അവർ ആ രോഗികളെ ചികിത്സിക്കുന്നു. ഇപ്പോൾ ലോയേഴ്സിനാണെങ്കിൽ വക്കീലിനാകട്ടെ ക്ലയൻസ് വരുമ്പം കോർട്ടിൽ പോയി അവർക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്ത് ഇതാക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് ഓർ എക്സ്പെർട്ടൈസ്ഡ് സർവീസ്. അവർക്കറിയാവുന്ന അവരതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ അവർ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത പോയിൻ്റ് എംപ്ലോയ്മെൻറ്റിന് എന്താണ്? പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾ ഓഫ് സർവീസസ്. അവർക്ക് പറഞ്ഞേക്കുന്ന ആ കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞേക്കുന്ന ആ രീതിയിലുള്ള ജോലിയായിരിക്കും അവർ ചെയ്യേണ്ടത്. ഇപ്പം നഴ്സുമാരൊക്കെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? അവർ ഡോക്ടറിൻ്റെ അണ്ടറിലായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന ഡ്യൂട്ടിയാണ്, ആ ഒരു റൂളാണ്. സോ അവരെ ഫോളോ ചെയ്തിട്ട് വേണം അവർ എല്ലാ ഡ്യൂട്ടീസും എടുക്കാനായിട്ട്. സോ സെക്കൻഡ് പോയിൻ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് പോയിൻ്റ് നേച്ചർ ഓഫ് വർക്കാണ്. ഫസ്റ്റ് പോയിൻ്റ് ബിസിനസ് എങ്ങനെയാണ്? പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ പബ്ലിക്. അവർ പ്രൊവൈഡ് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ സെയിൽ ചെയ്യുന്നു, വിറ്റിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്. ദെൻ പ്രൊഫഷൻ, അവിടെ എന്താണ്? അവർ റെൻഡർ ചെയ്യുക, പേഴ്സണലൈസ്ഡ് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റെൻഡർ ചെയ്യുന്നു. ദെൻ തേർഡ് പോയിൻ്റ് എംപ്ലോയ്മെൻറ്റ്, പെർഫോമിംഗ് വർക്ക് ആസ് പെർ കോൺട്രാക്റ്റ്. അവരുടെ കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞേക്കുന്നത് ആ രീതിയിലുള്ള ഡ്യൂട്ടീസാണ് അവർ ചെയ്യുന്നത്. മൂവിങ് ടു അടുത്ത പോയിൻ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. തേർഡ് പോയിൻ്റ് ഈസ് ക്വാളിഫിക്കേഷൻ. എന്ത് ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ ആണ് ഒരു ബിസിനസ് ചെയ്യുമ്പോഴും പ്രൊഫഷൻ ചെയ്യുമ്പോഴും എംപ്ലോയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഓരോ ഇൻഡിവിജ്വൽസിനും വേണ്ടത്? നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് നോക്കാം. ബിസിനസ്സിനാണെങ്കിൽ എന്താണ്? നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. അതായത് ബിസിനസ് ചെയ്യാനായിട്ട് എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നോ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ
ഈസ് നീഡഡ്. ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഒരാൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു നോളജിൻ്റെ ആവശ്യമില്ല. സോ സിമ്പിളായിട്ട് പറയാം, നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. എന്താണ് നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി? ഫസ്റ്റ് പോയിന്റ് പഠിച്ചല്ലോ അല്ലേ. ദെൻ പ്രൊഫഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ അവിടെ ആവശ്യമുണ്ട്. എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ പ്രൊഫഷണൽ ബോഡി ഈസ് എ മസ്റ്റ്. അതായത് ക്വാളിഫിക്കേഷൻ അവിടെ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ പോലെ എന്താണ്, പ്രൊഫഷൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു ലോയർക്ക് സ്പെഷ്യലായിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം. അതേപോലെ തന്നെ ട്രെയിനിങ് വേണം. പിന്നെന്താണ്, നമ്മളത് ഫസ്റ്റ് പഠിച്ചല്ലോ, ഒരു പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ വരുന്ന. ക്വാളിഫിക്കേഷൻ വേണം. എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഈസ് എ സ്പെസിഫിക് ഫീൽഡ് ട്രെയിനിങ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ആ ഒരു സ്പെസിഫിക് ഫീൽഡിൽ ട്രെയിനിങ് ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് മാത്രമേ പ്രൊഫഷണൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് പോയിന്റ് അതാണ് പ്രൊഫഷൻ്റെ. ദെൻ അടുത്ത പോയിന്റ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാനായിട്ട് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ പറയുന്ന ആരാണോ ജോലി കൊടുക്കുന്ന ആ ഒരു ആൾ പറയുന്ന ടൈപ്പ് ഓഫ് നോളജ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരാളെ ജോലിക്ക് നിർത്തുന്നു. അയാൾക്ക് മിനിമം എന്താണ്, ഒരു BCom ഗ്രാജുവേറ്റ് എങ്കിലും ആയിരിക്കണമെന്ന് നമ്മൾ പറയത്തില്ലേ? എന്നാൽ മാത്രമേ അയാൾക്കൊരു അക്കൗണ്ടൻ്റ് ആയിട്ടെങ്കിലും ആ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സോ എംപ്ലോയ്മെൻറ്റ്, അതാണ് അടുത്ത എംപ്ലോയ്മെൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ചത്. നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിച്ച എന്തുമായിരുന്നു? മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ് നേച്ചർ ഓഫ് വർക്ക് പഠിച്ചു. ദെൻ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ. മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്തായിരുന്നു? ഓൺട്രപ്രണേഴ്സിൻ്റെ ഡിസിഷൻ വഴിയായിരിക്കും അവരത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ പ്രൊഫഷൻ എങ്ങനെയായിരുന്നു? മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡീസിൻ്റെ മെമ്പർഷിപ്പ് വേണം. എംപ്ലോയ്മെൻറ്റ് ചെയ്യാനായിട്ട് എന്താണ്? അപ്പോയിൻമെൻറ്റ് ലെറ്റർ വേണം. രണ്ടാമത്തെ നേച്ചർ ഓഫ് വർക്ക്, എന്ത് ടൈപ്പ് ഓഫ് വർക്കാണ് ബിസിനസ്സിൽ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസസ് സെയിലൊക്കെ ആയിരിക്കും ബിസിനസ്സിൽ നടത്തുന്നത്. രണ്ടാമത്തെ പ്രൊഫഷനിൽ എങ്ങനെയാണ്? റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ എംപ്ലോയ്മെൻറ്റിൽ പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട്, അവരുടെ കോൺട്രാക്റ്റിലുള്ള അല്ലെങ്കിൽ റൂൾസ് പ്രകാരം ആയിരിക്കും അവർ ആ വർക്ക് പെർഫോം ചെയ്യുന്നത്. ദെൻ ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്ക് ആവശ്യമില്ല. ദെൻ പ്രൊഫഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള നോളജും ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് വേണം. ദെൻ എംപ്ലോയ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആ ഒരു എംപ്ലോയർ ആരാണോ ജോലി കൊടുക്കുന്നത് അവർ അത് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ BCom വേണം, ഒരു അറ്റ്ലീസ്റ്റ് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കണമെങ്കിൽ അയാൾ അതിലൊരു ഗ്രാജുവേറ്റ് എടുത്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് അടുത്ത പോയിന്റ് നോക്കാമല്ലോ. നാലാമത്തെ പോയിന്റിലേക്ക് പോവാം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിവാർഡ് ഓർ റിട്ടേൺ. എന്താണ് നമുക്ക് തിരിച്ച് ആ ഒരു ജോലി ചെയ്തു എന്ന് വെച്ച് നമുക്ക് എന്ത് തിരിച്ച് കിട്ടും? ബിസിനസ്സിലാണെങ്കിൽ എന്തുവാ മക്കളെ നമുക്ക് കിട്ടുന്നത്? പ്രോഫിറ്റ്. കണ്ട, പ്രോഫിറ്റാണ് നമുക്ക് ബിസിനസ്സിൽ കിട്ടുന്നത്. നമ്മൾ പഠിച്ചല്ലോ എന്താണ് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഈസ് അണ്ടർടേക്കിംഗ് വിത്ത് ദ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ പോയിന്റിൽ റിവാർഡ് ഓർ റിട്ടേൺ, നമുക്ക് എന്താണ് അത് ചെയ്ത വഴി നമുക്ക് കിട്ടുന്നത് തിരിച്ച്? ബിസിനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. രണ്ടാമത്തെ പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അയാൾക്ക് കിട്ടുന്നത്? പ്രൊഫഷണൽ ഫീസാണ്. ഒരു എംപ്ലോയ്മെൻറ്റ് സാധാ ഒരു ജോലി ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും? മാസത്തിലാണെങ്കിൽ സാലറി എന്ന് പറയും, ഡെയിലി ആണെങ്കിൽ അതിനെ വേജസ് എന്ന് പറയും. അപ്പോൾ എന്താണ് സാലറി ഓർ വേജസ്. റിവാർഡ്സ് ഓർ റിട്ടേൺ, ബിസിനസ്സിന് എന്താ കിട്ടുന്നത്? പ്രോഫിറ്റ്. ദെൻ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ ഫീസ്. മൂന്നാമത്തെ എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് സാലറി. അത് സിമ്പിളായിട്ടുള്ള പോയിൻ്റ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോവാം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ബിസിനസ്സിനാകുമ്പോൾ അറിയാമല്ലോ, ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അയാളുടെ കയ്യിൽ ആദ്യമേ തന്നെ പൈസ ആവശ്യമുണ്ട്.
ആ ഒരു ബിസിനസ്സിൻ്റെ എന്താ നേച്ചറും അത് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സൊക്കെ വെച്ചിട്ടായിരിക്കും അയാളുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് വരുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ബിസിനസ്സിൻ്റെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. അവിടെ എന്താണ് ഇത് എഴുതിയാലും മതി. അഞ്ചാമത്തെ പോയിന്റിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് നമ്മൾ എഴുതുമ്പോൾ എന്തോ എഴുതണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. എന്താ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ആസ് പെർ ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി ബിസിനസ്. എന്താണ്, ആസ് പെർ ദ സൈസ്, ആ ഒരു ബിസിനസ്സിൻ്റെ സൈസും നേച്ചർ ഓഫ് ബിസിനസ്സും വെച്ചിട്ടായിരിക്കും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വേണമെന്ന് നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ബിസിനസ് ആസ് പെർ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ്. ഓക്കെ. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്രൊഫഷണൽസ്. ഒരു പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ അവിടെ? യെസ്, കുറച്ച് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാത്രം അവർക്ക് ആവശ്യം മതി ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പൈസ മാത്രം മതി. അതായത് ഇപ്പോൾ ഒരു ലോയറിനാകട്ടെ, അയാൾക്കൊരു ഓഫീസ് ഇടണം, സ്റ്റാർട്ട് ചെയ്യണം ക്ലയൻസിനെ കിട്ടാനായിട്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മതി. സോ പ്രൊഫഷൻ്റെ കാര്യത്തിൽ എന്താണ്, ലിമിറ്റഡ് ക്യാപിറ്റൽ ഈസ് നീഡഡ്. ദെൻ എംപ്ലോയ്മെൻറ്റ്, മൂന്നാമത്തെ പോയിന്റ്. എംപ്ലോയ്മെൻറ്റ് എന്തായിരുന്നു? എംപ്ലോയ്മെൻറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ക്യാപിറ്റൽ. അവിടെ ഒരു ക്യാപിറ്റലിൻ്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മനസ്സിലായല്ലോ. ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ആണ്. തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുമ്പോൾ മസ്റ്റാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതെങ്ങനെയാണ്? ഓൺ ദി ബേസ് ആസ് പെർ ദ നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ നേച്ചറും സൈസും വെച്ചിട്ടായിരിക്കും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പ്രൊഫഷനിൽ എങ്ങനെയാണ്? ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മതി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എംപ്ലോയ്മെൻറ്റിലാകട്ടെ അതിന് ആവശ്യമേ ഇല്ല, നോ ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ്, റിസ്ക്. ഇനി റിസ്ക് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് തന്നെ ഒരു ചിന്തിക്കാമല്ലോ, ബിസിനസ്സിൽ എങ്ങനെയായിരിക്കും റിസ്ക് വരുന്നത്? റിസ്ക് എപ്പോഴും കൂടുതലല്ലേ. സോ റിസ്ക് എന്ന് പറയുന്ന ബിസിനസ്സിൽ പ്രോഫിറ്റ് ആർ അൺസർട്ടൻ ആൻഡ് ഇറഗുലർ റിസ്ക് ഈസ് പ്രസൻറ്റ്. റിസ്ക് ബിസിനസ്സിലുള്ളത് കൊണ്ട് തന്നെ എന്താണ്, പ്രോഫിറ്റ് ഈസ് അൺസർട്ടൻ എന്ന് പറയുന്നത് എന്താ മക്കളെ? അൺസർട്ടൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അടുത്ത മാസം എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും. സപ്പോസ് ഒരു സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങി വെച്ചത്, അപ്പോൾ 1 ലക്ഷമാണ്, എനിക്ക് ആ 1 ലക്ഷം അടുത്ത മാസം പ്രോഫിറ്റ് കിട്ടുമെന്ന് അവർക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്. നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകുന്നു, എങ്ങനെ നടക്കാൻ പോകുന്നു എന്ന് നേരത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങ് നമ്മൾ പോകും, അത്രയേ ഉള്ളൂ. അപ്പം പ്രോഫിറ്റ് ആർ അൺസർട്ടൻ ആൻഡ് ഇറഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരിക്കലും ഒരേപോലെയാണ്. ഇപ്പോൾ അടുത്ത മാസം നമുക്ക് 1 ലക്ഷം പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പിന്നെ അടുത്ത മാസം 1 ലക്ഷം തന്നെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം 2 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ ഈ 1 ലക്ഷം പോലും നമുക്ക് കിട്ടത്തില്ല, 50,000 രൂപയായിരിക്കും കിട്ടുന്നത്. അതാണ് ഇറഗുലർ. ബിക്കോസ് എന്തുകൊണ്ടാണ്? റിസ്ക് ഈസ് പ്രസൻറ്റ്. അവിടെ ബിസിനസ്സിൽ എപ്പോഴും ഹൈ റിസ്ക് ആണ്, റിസ്ക് അവിടെ കൂടുതലാണ്. ദെൻ അടുത്ത പ്രൊഫഷൻ്റെ പഠിക്കാം. ഫീസ് ഈസ് ജനറലി റെഗുലർ ആൻഡ് സർട്ടൻ സം റിസ്ക്. അതായത് ഒരു പ്രൊഫഷനായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് എന്താണ് ഫീസ് അവിടെ അയാൾ വാങ്ങിക്കുന്നതാണ്. സോ ആ ഒരു ഫീസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം അല്ലേ, റെഗുലർ അല്ലേ, എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ആൻഡ് സർട്ടൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കും ആൻഡ് സെയിം തന്നെയായിരിക്കും. ഫീസ് ഈസ് ജനറലി റെഗുലർ ആൻഡ് സർട്ടൻ, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ പോയിന്റ്. ദെൻ അടുത്ത എംപ്ലോയ്മെൻറ്റിൽ എന്തായിരിക്കും? ഒരാൾക്ക് എപ്പോഴും സാലറി എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കത്തില്ലേ, ഫിക്സഡ് ആൻഡ് റെഗുലർ പേ. ഓക്കെ, ഫിക്സഡും റെഗുലറായിട്ട് അവർക്ക് അത് കിട്ടുകയും ചെയ്യും. നോ ഓർ ലിറ്റിൽ റിസ്ക്. അവിടെ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴല്ലേ, നമുക്ക് കൊറോണ ടൈമിലാണെങ്കിലും ജോലിയൊക്കെ ഇല്ലായിരുന്ന ടൈമിലാണെങ്കിലും കുറച്ച് ആ പൈസയുടെയൊക്കെ ബുദ്ധിമുട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ എന്തെങ്കിലും കലാമിറ്റീസൊക്കെ വരുമ്പോൾ മാത്രമേ പൈസയ്ക്ക് എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റിൻ്റെ വഴി നമുക്ക് പൈസ കുറവൊക്കെ കാണത്തുള്ളൂ. സോ ആറാമത്തെ പോയിന്റ്, റിസ്ക് എന്ന് പറയുന്നത് ബിസിനസ്സിൽ എന്താണ്, പ്രോഫിറ്റ് കിട്ടും പക്ഷെ അൺസർട്ടൻ ആണ്, ഇറഗുലർ ആണ്, അവിടെ റിസ്ക് ഉണ്ട്. റിസ്ക് ഈസ് പ്രസൻറ്റ്. ഓക്കെ, റിസ്ക് ഈസ് പ്രസൻറ്റ്, അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്. പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്, ഇറഗുലർ ആണ്. ദെൻ അടുത്ത പ്രൊഫഷൻ്റെ പറയുന്നത് ഫീസ് ഈസ് റെഗുലർ ആൻഡ് സർട്ടൻ. ഓക്കെ, അതാണ് ആ പോയിന്റ്. ദെൻ എംപ്ലോയ്മെൻറ്റ് ഫിക്സഡ് ആൻഡ് റെഗുലർ പേ കിട്ടും. സോ അടുത്ത പോയിന്റ് പഠിക്കാം, 7th പോയിന്റ്. ഇനി 2 പോയിന്റ് കൂടെ പഠിച്ചാൽ മതി നമുക്കിനി.
അടുത്ത 7ാമത്തെ പോയിന്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ജോലി, എംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മറ്റുള്ളവരിലേക്ക് കൈമാറാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ബിസിനസ്സിലാണെങ്കിൽ എങ്ങനെയാണ്? ട്രാൻസ്ഫർ ഈസ് പോസിബിൾ വിത്ത് സം ഫോർമാലിറ്റീസ്. ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് അവിടെ പറ്റുമെന്ന് പറഞ്ഞാലും എന്താ, ചില ഫോർമാലിറ്റീസൊക്കെ ഉണ്ടാകും. അതായത് ഒരു ഷോപ്പിൻ്റെ ഓണർക്ക് അത് മറ്റൊരാളിലേക്ക് കൈമാറാൻ പറ്റും. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമാലിറ്റീസൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നാൽ പ്രൊഫഷൻ്റെ കാര്യത്തിലാണെങ്കിൽ നോട്ട് പോസിബിൾ. ഇപ്പോൾ എനിക്കൊരു നോളജ്, ഞാനൊരു ഡോക്ടറാണെങ്കിൽ അത് എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് എനിക്കായിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള നോളജും സ്കില്ലും ഒക്കെ ഞാൻ നേടിയെടുത്തതാണ്. അത് ആർക്കും കൊടുക്കാൻ പറ്റില്ല, നോട്ട് പോസിബിൾ. ദെൻ അത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻറ്റും അതേപോലെ തന്നെയല്ലേ. ഇപ്പോൾ എനിക്ക് കിട്ടിയ ജോലി എൻ്റെ അച്ഛന് കൊടുക്കാൻ പറ്റുമോ, അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ, ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. സോ അതാണ് ആ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് കോഡ് ഓഫ് കണ്ടക്റ്റ്. കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ജോലി ചെയ്യാൻ നേരത്ത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അവിടെ നോക്കുന്നത്. കോഡ് ഓഫ് കണ്ടക്റ്റ്. കോഡ് ഓഫ് കണ്ടക്റ്റിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നോ കോഡ് ഓഫ് കണ്ടക്റ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. അവിടെ ഒരു നോ ഫോർമൽ ആയിട്ടുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഒന്നുമില്ല. അതായത് ഒരു ട്രേഡർ, ഒരു ജോലി ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അയാൾ സെല്ല് ചെയ്യുക, മറ്റുള്ളവർക്ക് സാധനം കൊടുത്തിട്ട് ആണ് അയാൾ പൈസ ഏൺ ചെയ്യുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ അയാൾ എത്തിക്കലായിരിക്കണം, സത്യസന്ധമായിട്ട് നല്ല ക്വാളിറ്റി ഓഫ് ഗുഡ്സൊക്കെ നമ്മളെ പോലെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ എന്നാൽ അയാൾ ഒരു നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഫീസാണ്. പ്രൊഫഷണൽ കാര്യത്തിൽ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഈസ് ടു ബി ഫോളോഡ്. അതായത് അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ ചെയ്യുന്ന ഈ ഡോക്ടേഴ്സും ലോയേഴ്സും എന്ന് പറയുന്ന ആൾക്കാർ സർട്ടൻ ആയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്യണം. ആ ഒരു പ്രൊഫഷണൽ ബോഡീസ്, അവരുടെ പ്രൊഫഷണൽ ബോഡീസ് ആയിട്ടുള്ള അതോറിറ്റി പറയുന്ന പോലെ തന്നെ നല്ല രീതിക്ക്, അതായത് ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ പേഷ്യൻറ്റിനെ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കലായിട്ടുള്ള രീതിയിൽ സത്യസന്ധമായിട്ടും അവരെ നോക്കേണ്ടത് ഒരു ഡോക്ടറിൻ്റെ കടമയാണ്. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നോംസ് ഓഫ് ബിഹേവിയർ ലേ ഡൗൺ ബൈ ദ എംപ്ലോയർ ആർ ടു ബി ഫോളോഡ്. അതായത് ഇവിടെ പറയുന്നത് ആ ഒരു എംപ്ലോയർ ആരാണോ ജോലി കൊടുത്തേക്കുന്ന അവർ പറയുന്ന സർട്ടൻ ബിഹേവിയർ ഉണ്ട്. അവരിങ്ങനെ പഞ്ച്വലായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ചില ഡിസിപ്ലിൻസ് ഓൺ ദ ടൈമിൽ അവർ പറയുന്ന, ഇപ്പോൾ 9 മണിയാണ് ജോലി ടൈമെങ്കിൽ ആ ഓൺ ദ ടൈമിൽ ഡിസിപ്ലിനായിട്ട് അവർ നല്ല രീതിക്ക് കറക്റ്റ് ടൈമിൽ വരണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോംസ് ഓഫ് ബിഹേവിയർ ലേ ഡൗൺ ബൈ ദ എംപ്ലോയർ ആർ ടു ബി ഫോളോഡ്. അതായത് എംപ്ലോയർ പറയുന്ന നോംസ് ഓഫ് ബിഹേവിയർ എന്തായിരിക്കണം, അവരത് ഫോളോ ചെയ്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആ ഡിഫറൻസിൽ പഠിച്ചേക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. രണ്ടാമത്തെ നേച്ചർ ഓഫ് വർക്ക്. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ. അടുത്ത പോയിന്റ് റിവാർഡ് ഓർ റിട്ടേൺ. അടുത്ത 5ാമത്തെ പോയിന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, റിസ്ക്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, കോഡ് ഓഫ് കണ്ടക്റ്റ്. സോ എല്ലാവർക്കും ഈ ഒരു ഡിഫറൻസ് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പോയിന്റ് വൈസ് കോളത്തിൽ എഴുതി പഠിക്കണം. സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ്, ഇത് സിമ്പിളാണ്. ഈ പോയിൻറ്റ്സ് നോക്കി സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിരുത്തി ഈ പറഞ്ഞ എക്സാമ്പിളൊക്കെ വെച്ചൊന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പഠിച്ചു തീർക്കാവുന്ന കാര്യമുള്ളൂ. എക്സാമിന് 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 8 മാർക്കിനാണെങ്കിൽ 8 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇച്ചിരി പുതിയ ക്ലാസ് അവർക്കും നല്ല രീതിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്